ഹായ് എവരിവൺ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് ലൂപ്പ് ഡയോർത്തിക്സ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ്, ക്ലിനിക്കലി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇന്ന് ഇത് പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും, തീരെ കാണാപ്പാഠം പഠിക്കാതെ കോൺസെപ്ഷ്യലായിട്ട് നമുക്കിത് പഠിക്കാനായിട്ട് സാധിക്കും. കമ്മിങ് ടു ലൂപ്പ് ഡയോർത്തിക്സ്. കമ്മിങ് ടു ഡെഫിനിഷൻ, ഇറ്റ് ഈസ് എ പൊട്ടന്റ് ഡയോർത്തിക്സ് ആക്ടിംഗ് ഓൺ ദി തിക് അസെൻഡിംഗ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി. തിക് അസെൻഡിങ്, നമുക്കറിയാം അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിയിൽ തിൻ പോർഷനും ഉണ്ട്, തിക് പോർഷനും ഉണ്ട്. അതിൽ തിക് പോർഷനിൽ ആക്ട് ചെയ്യുന്ന ഡയോർത്തിക് ആണ് ഏത്? നമ്മുടെ ലൂപ്പ് ഡയോർത്തിക്സ്. ഇവരെയാണ് നമ്മൾ ഹൈ എഫിക്കസി ഡയോർത്തിക്സ് എന്ന് വിളിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാർബോണിക് അൻഹൈഡ്രേറ്റ്സിന്റെ വീഡിയോ. ഇനി ഇവിടെ കാണാം, നിങ്ങൾക്ക് ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പറയാം. നമ്മുടെ PCTയിൽ ആക്ട് ചെയ്യുന്ന ഡയോർത്തിക് ആണ് കാർബോണിക് അൻഹൈഡ്രേറ്റ്സ് ഇൻഹിബിറ്റേഴ്സ്. തിക് അസെൻഡിംഗ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിയിൽ ആക്ട് ചെയ്യുന്ന ഡയോർത്തിക്സ് ആണ് ലൂപ്പ് ഡയോർത്തിക്സ്. DCTയിൽ ആക്ട് ചെയ്യുന്നവരാണ് തയസൈഡ് ഡയോർത്തിക്സ്. അതുപോലെ കളക്ടിംഗ് ഡക്റ്റിൽ ആക്ട് ചെയ്യുന്നവരാണ് പൊട്ടാസ്യം സ്പെയറിംഗ് ഡയോർത്തിക്സ്. നമ്മുടെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? ഹൈ സീലിംഗ് ഡയോർത്തിക്സ്, മീഡിയം എഫിക്കസി ഡയോർത്തിക്സ് ആൻഡ് വീക്ക് ഓർ അഡ്ജങ്റ്റീവ് ഡയോർത്തിക്സ്. അതിലെ ഹൈ സീലിംഗ് ഓർ ഹൈ എഫിക്കസി ഡയോർത്തിക്സ് ആയ ലൂപ്പ് ഡയോർത്തിക്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെ ഡ്രഗ്സ് ആണ് അതിൽ വരുന്നത്? ഫ്യൂറോസമൈഡ്, ബ്യൂമട്ടനൈഡ്, അതുപോലെ തന്നെ ടൊറാസമൈഡ്. ഡ്രഗ്സ് ഫ്യൂറോസമൈഡ്, നമ്മൾ അതിന്റെ ബ്രാൻഡ് നെയിം കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ, ലാസിക്സ് എന്നാ പറയാം. അതിന്റെ പേര് പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് 6, അതായത് 6 മണിക്കൂർ നീണ്ടു നിൽക്കും അതിന്റെ ആക്ഷൻ എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബ്യൂമട്ടനൈഡ്, ഇറ്റ് ഇസ് ദ മോസ്റ്റ് പൊട്ടന്റ് വൺ. ഏറ്റവും പൊട്ടന്റ് ആയിട്ടുള്ള ലൂപ്പ് ഡയോർത്തിക് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് ബ്യൂമട്ടനൈഡ് ആണ്. ഈവൻ ലോ ഡോസിൽ പോലും നല്ല ആക്ഷൻ കൊടുക്കും. അടുത്ത ടോർസമൈഡ്, ഇറ്റ് ഇസ് എ ലോങ് ആക്ടിംഗ് വൺ. അടുത്ത എത്താക്രനിക് ആസിഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ 3 ഡ്രഗും എന്താണ്? സൾഫണമൈഡ് ആയിട്ടുള്ള ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ അവർക്ക് അലർജി കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ എത്താക്രനിക് ആസിഡ് ഇസ് എ നോൺ സൾഫ ഡെറിവേറ്റീവ്, അതുകൊണ്ട് അലർജിക്കുള്ള സാധ്യത വളരെ കുറവാണ്. അടുത്തതായി ദ സൈറ്റ് ഓഫ് ആക്ഷൻ, തിക് അസെൻഡിംഗ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി നമ്മൾ പറഞ്ഞു. അവിടെയുള്ള സോഡിയം പൊട്ടാസ്യം 2 ക്ലോറൈഡ് കോ ട്രാൻസ്പോർട്ടറിനെയാണത് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അത് NKCC എന്നാണ് നമ്മൾ പറയാം. NKCC കോ ട്രാൻസ്പോർട്ടർ, നമ്മൾ കഴിഞ്ഞ ഫിസിയോളജിയിലേക്ക് പഠിച്ചതാണല്ലേ. യെസ്. അപ്പം അതെന്താ ചെയ്യുന്നത് നോക്കി, NKCCനെ പോയിട്ട് ഇൻഹിബിറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ കാണാം, ലൂപ്പ് ഡയോർത്തിക്സ് തിക് അസെൻഡിംഗ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിയിൽ പോയി ആക്ട് ചെയ്യുന്നു, അവിടെ വന്ന് ഇൻഹിബിറ്റ് ചെയ്യുന്നു NKCCനെയൊക്കെ. അതുകൊണ്ട് സോഡിയത്തിനെയും പൊട്ടാസ്യത്തിനെയും ക്ലോറൈഡിനെയും കൂടാതെ കാൽഷ്യത്തിനെയും മഗ്നീഷ്യത്തിന്റെയും റീഅബ്സോർപ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് യൂറിനിലൂടെ ആരൊക്കെ എക്സ്ക്രീറ്റഡ് ആവും? ഏതൊക്കെ ഇലക്ട്രോലൈറ്റുകൾ എക്സ്ക്രീറ്റഡ് ആവും? സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ്, കാൽഷ്യം, മഗ്നീഷ്യം. അപ്പൊ ആലോചിച്ച് നോക്കി, ഇതിന്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയായിരിക്കും? ഹൈപ്പോനെട്രീമിയ, ഹൈപ്പോകലീമിയ, ഹൈപ്പോക്ലോറീമിയ, അതുപോലെ തന്നെ ഹൈപ്പോകാൽസീമിയ, ഹൈപ്പോമഗ്നീസീമിയ. കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല, ഈ കോൺസെപ്റ്റ് ഉണ്ടായാൽ മതി. ഇനി കമ്മിങ് ടു ദ മെക്കാനിസം ഓഫ് ആക്ഷൻ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ NKCC സോഡിയം പൊട്ടാസ്യം 2 ക്ലോറൈഡ് കോ ട്രാൻസ്പോർട്ടറിനെ ബ്ലോക്ക് ചെയ്തു. അതുവഴി NaClന്റെ റീഅബ്സോർപ്ഷൻ എന്ത് ചെയ്തു? കുറഞ്ഞു. അതുവഴി മെഡില്ലയിലെ ഓസ്മോളാരിറ്റി കുറഞ്ഞു. നമുക്കറിയാം കൗണ്ടർ കറന്റ് മെക്കാനിസം ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? നമ്മുടെ കൗണ്ടർ കറന്റ് മെഡില്ലറി ഓസ്മോളാരിറ്റി ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ മെഡില്ലറി ഓസ്മോളാരിറ്റി കുറഞ്ഞത് വഴി കൗണ്ടർ കറന്റ് മെക്കാനിസം കുറയുന്നു. കൗണ്ടർ കറന്റ് മെക്കാനിസം കുറയുന്നത് വഴി യൂറിന്റെ കോൺസെൻട്രേഷനെ അത് ബാധിക്കുന്നു. യൂറിൻ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ വാട്ടർ എക്സ്ക്രീഷൻ കൂടുന്നു. ഇതാണ് ഇതിന്റെ മെക്കാനിസം. കൂടാതെ റീനൽ പ്രോസ്റ്റാഗ്ലാൻഡിൻസിന്റെ സെക്രീഷൻ കൂടുന്നുണ്ട്. അതുവഴി വാസോ ഡയലേറ്ററി എഫക്റ്റും വരുന്നു. ഇനി കമ്മിങ് ടു ദ ഫാർമക്കോകൈനറ്റിക്സ്, നമുക്കറിയാം അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം ആൻഡ് എക്സ്ക്രീഷൻ ഓഫ് എ ഡ്രഗ് ആണ് ഫാർമക്കോകൈനറ്റിക്സ് ഡീൽ ചെയ്യുന്നത്. അബ്സോർപ്ഷൻ ഫ്യൂറസമൈഡിന് വേരിയബിൾ ബയോ അവൈലബിലിറ്റി ആണ്, ഓറൽ ബയോ അവൈലബിലിറ്റി ആണ് 40 to 70%. കമ്മിങ് ടു ദ അഡ്മിനിസ്ട്രേഷൻ, നമുക്ക് ഓറൽ ആയിട്ടും IV ആയിട്ടും കൊടുക്കാനായിട്ട് സാധിക്കും. എമർജൻസി സിറ്റുവേഷൻ നമ്മൾ IV ആയിട്ടാണ് കൊടുക്കുക. ഓൺസെറ്റ് ആൻഡ് ഡ്യൂറേഷൻ, IV വെറും 5 മിനിറ്റിനുള്ളിൽ അത് റെസ്പോൺസ് കാണിക്കും. 4 to 6 minutes അവേഴ്സ് അത് ലാസ്റ്റ് ചെയ്യും. ലാസ്റ്റ് ഫോർ 6 hours, ലാസ്റ്റ് 6. നിങ്ങളത് ഓർത്ത് വെച്ചാൽ മതി. കമ്മിങ് ടു ദ മെറ്റബോളിസം, റീനൽ ആൻഡ് ഹെപ്പാറ്റിക്. ഇനി നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, നമ്മുടെ തിക് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി, തിക് അസെൻഡിംഗ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിയില് സോഡിയത്തിനെയും ക്ലോറൈഡിനെയൊക്കെ എന്ത് ചെയ്തിരുന്നു? അതുപോലെ കാൽഷ്യം, മഗ്നീഷ്യം, അവരെല്ലാരെയും റീഅബ്സോർബ് ചെയ്യുന്നത് ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ട് അവരെല്ലാം ഇങ്ങനെ താഴേക്ക് മേളിലേക്ക് ഇങ്ങനെ കയറി വന്നു നമ്മുടെ DCTയിലേക്ക്. DCT എത്തിയപ്പം
2 to 8% ഓഫ് സോഡിയത്തിനെ റീഅബ്സോർബ് ചെയ്തു. കളക്ടിംഗ് ഡക്റ്റിൽ എത്തുമ്പോൾ 1 to 2% ഓഫ് സോഡിയത്തിനെ വീണ്ടും റീഅബ്സോർബ് ചെയ്യും. അവിടെ കളക്ടിംഗ് ഡക്റ്റിലെ 1 to 2% സോഡിയത്തിനെ റീഅബ്സോർബ് ചെയ്യാൻ നേരത്ത് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ROMK എന്ന് പറഞ്ഞ ട്രാൻസ്പോർട്ടർ K+നെ റിലീസ് ചെയ്യും. അത് കൂടാതെ H+ATPase പമ്പ് H+നെ റിലീസ് ചെയ്യും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, H+നെ റിലീസ് ചെയ്തു, അപ്പൊ H+ ശരീരത്തിൽ നിന്ന് പോകുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? മെറ്റബോളിക് ആൽക്കലോസ് സംഭവിക്കും അല്ലെ. K+ പോകുന്നു യൂറിനിലൂടെ, അപ്പൊ എന്ത് പറ്റും? ഹൈപ്പോ കലീമിയ വരും. അപ്പൊ കണ്ടു, ഇതിന്റെ സൈഡ് എഫക്ട്സ് ഒന്നും നമ്മളങ്ങനെ കാണാതെ പഠിക്കേണ്ട ആവശ്യം വരുന്നേ ഇല്ല അല്ലെ. അപ്പം അഡ്വേഴ്സ് എഫക്ട്സ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോലൈറ്റുകൾ ഏതൊക്കെ പോയി എന്ന് ആദ്യം ഓർക്കുക. സോഡിയം പോയി, പൊട്ടാസ്യം, H+, കാൽഷ്യം, മഗ്നീഷ്യം ഇത്രയും കുറഞ്ഞു പോയി എന്ന് ആലോചിക്കുക. ഇനി വേറെ എന്തെല്ലാം സൈഡ് എഫക്റ്റുകളുണ്ട്? നമുക്കറിയാം സോഡിയം ആണ് ദ മോസ്റ്റ് അബൻഡന്റ് ഇലക്ട്രോലൈറ്റ് ഇൻ ദി എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. അപ്പൊ സോഡിയം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ECM എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് കുറഞ്ഞു പോകും. അതുപോലെ H+ പോയതുകൊണ്ട് തന്നെ മെറ്റബോളിക് ആൽക്കലോസിസ് വരും. ഞാൻ പറഞ്ഞു 3 ഡ്രഗുകൾ ഈ ഗ്രൂപ്പിലുള്ളവര് സൾഫ ഡ്രഗ്സ് ആണ്, അതുകൊണ്ട് തന്നെ അലർജി കോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഓട്ടോടോക്സിറ്റി ഉണ്ട്. മാക്സിമം ഓട്ടോടോക്സിറ്റി കാണിക്കുന്ന എത്താഫെനിക് ആസിഡ് ആണ്. യൂറിക് ആസിഡ് ഇൻക്രീസ് ചെയ്യാറുണ്ട് ഇവര്. കമ്മിങ് ടു ദ സൈഡ് എഫക്ട്സ്, നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. ഇലക്ട്രോലൈറ്റിൽ ഇംബാലൻസ് വരും. ഹൈപ്പോകലീമിയ, ഹൈപ്പോമഗ്നീസീമിയ, ഹൈപ്പോകാൽസീമിയ. ആസിഡ് ബേസ്ഡ് ഡിസോർഡേഴ്സ്, മെറ്റബോളിക് ആൽക്കലോസിസ്, ഹൈപ്പോകലീമിയ. അതുപോലെ തന്നെ ഓട്ടോടോക്സിറ്റി ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് അമിനോ ഗ്ലൈക്കോസൈഡ്സിന്റെ കൂടി സിസ്പ്ലാറ്റിന്റെ കൂടി നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഓൾറെഡി ഇവർക്ക് എന്തുണ്ട്? ഈ ഓട്ടോടോക്സിറ്റി ഉണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ കൊടുക്കാൻ നേരത്തെ അത് വേഴ്സൺ ചെയ്യും. പിന്നെ നെഫ്രൈറ്റിസ്, ഇന്റർസ്റ്റീഷ്യൽ നെഫ്രൈറ്റിസ് കോസ് ചെയ്യും. ഹൈപ്പർ യൂറിസീമിയ യൂറിക് ആസിഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗൗട്ട് വരും. പിന്നെ ഹൈപ്പോവോളീമിയ, ഹൈപ്പോ ടെൻഷൻ. കാരണം എക്സസീവ് ആയിട്ട് ഡയൂറിസ് സംഭവിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് വോളിയം കുറയും, ഹൈപ്പോ ടെൻഷൻ സംഭവിക്കാം. ഇനി കമ്മിങ് ടു ദ ഇൻഡിക്കേഷൻസ്, നമ്മൾ എവിടെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുക? അക്യൂട്ട് പൾമനറി എഡിമയിൽ നമ്മൾ IV ഫ്യൂറിസമൈഡ് നമ്മൾ കൊടുക്കും. 40 to 80 milligram ആണ് ഡോസ്. കഴിയുമ്പോൾ ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ കൺജസ്റ്റീവ് ആയിട്ടുള്ള ഹാർട്ട് ഫെയിലിയറിലെ സിറോസിസ് ആൻഡ് നെഫ്രോട്ടിക് സിൻഡ്രോം, ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ കാൽസീമിയ. എന്തുകൊണ്ടാണെന്നായിരിക്കും നമുക്ക് നമ്മൾ ആ എഫക്റ്റുകൾ പഠിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ഹൈപ്പർ കാൽസീമിയ കാരണം കാൽസ്യം എക്സ്ക്രീഷൻ കുറയ്ക്കും, കൂട്ടും. അപ്പൊ എന്ത് സംഭവിക്കും? ഹൈപ്പോ ആയിക്കോളും. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇനി കമ്മിങ് ടു അക്യൂട്ട് പൾമനറി എഡിമ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂസ് ആണ്. എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാല്, നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ വന്നെന്ന് വിചാരിക്കുക. ആ സമയത്ത് പ്രോപ്പർ ആയിട്ട് പമ്പ് ചെയ്യാൻ കഴിയുന്നില്ല ഹാർട്ടിന്. അതുപോലെ ഒരു ബാക്ക് പ്രഷർ നമ്മുടെ ലങ്സിന് കൊടുക്കും. അതുവഴി ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യും. എവിടെ? നമ്മുടെ ലങ്സിൽ. അതിനെയാണ് പൾമനറി എഡിമ എന്ന് പറയുന്നത്. അപ്പം അതിനെതിരായിട്ട് നമുക്ക് ആരെ കൊടുക്കാൻ പറ്റും? ഡയോറിറ്റിക്സ് ഓഫ് ചോയ്സ് അവിടെ ആരാണ്? ഫ്യൂറോസമൈഡ് ആണ്. കാരണം വാസോഡയലറ്ററി പ്രോസ്റ്റാഗ്ലാൻഡിൻസിനെ റിലീസ് ചെയ്യും. ഒരിക്കലും ഇവരുടെ കൂടെ നമ്മൾ ആരെ കൊടുക്കരുത്? NSAIDs ഒന്നും കൊടുക്കരുത്. നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ഒന്നും കൊടുക്കരുത്. കാരണം എന്താണ്? അവര് സൈക്ലോക്സിനെ എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്ത് പ്രോസ്റ്റാഗ്ലാൻഡിൻസിന്റെ സിന്തസിസ് കുറയ്ക്കും. അതുവഴി വാസോഡൈലേറ്ററി പീജസിനെ അവർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. വാസോഡൈലേറ്ററി എഫക്ട് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് NSAIDs കമ്പൈൻ ചെയ്യാൻ പാടില്ല. അപ്പം വാസോഡൈലറ്റേഷൻ ഉണ്ടാവുന്നു. അതുവഴി പൾമനറിയിൽ നിന്ന് സർക്കുലേഷൻ, സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് മാറി നമുക്ക് ഡയൂററ്റിക് എഫക്ട് കിട്ടുന്നു. ഡ്രഗ് ഇന്ററാക്ഷൻസ്, ഏതൊക്കെ ഡ്രഗുകളാണ് ഒരുമിപ്പിക്കാൻ പാടില്ലാത്തത്? NSAID കൊടുക്കരുത് ഞാൻ പറഞ്ഞു. കാരണം എന്താണ്? പ്രോസ്റ്റാഗ്ലാൻഡിൻസിനെ ഉണ്ടാക്കുന്നത് കുറയ്ക്കും. അപ്പൊ വാസോഡൈലറ്ററി പ്രോസ്റ്റാഗ്ലാൻഡിന്റെ അളവ് കുറയാൻ നേരത്ത് നമുക്ക് വാസോഡൈലറ്റേഷൻ കിട്ടില്ല. പിന്നെ ഡൈഡോക്സിന്റെ കൂടെ കൊടുക്കരുത്. ഹൈപ്പോകലീമിയ വന്ന് അരിത്മിയ വരും. അമിനോ ഗ്ലൈക്കോസൈഡ് ഞാൻ പറഞ്ഞു, ഇവർക്കും ഉണ്ട് ഓട്ടോടോക്സിറ്റി, അമിനോ ഗ്ലൈക്കോസൈഡിനും ഉണ്ട്. അപ്പൊ രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഓട്ടോടോക്സിറ്റിന്റെ അളവ് കൂടും. സിനർജിക് ടോക്സിറ്റി ആണ്. പിന്നെ ലിഥിയം, അതൊരു ടോക്സിൻ ആണ്. അപ്പൊ റീനൽ ക്ലിയറൻസ് കുറയുന്നത് കൊണ്ട് തന്നെ ലിഥിയത്തിന് ടോക്സിറ്റി വരാൻ സാധ്യത കൂടുതലാണ്. ഇനി പരീക്ഷകൾക്കൊക്കെ നമ്മുടെ കുഹാസിന്റെ ഒരു ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ഒന്നാണ് ലൂപ്പ് വേഴ്സസ് തയസൈഡ് ഡയൂററ്റിക്സ്. തയസൈഡ് നമ്മൾ പഠിച്ചിട്ടില്ല, ജസ്റ്റ് ഒരു ടേബിളിൽ ഞാൻ അതിന്റെ ഡിഫറൻസുകൾ പറഞ്ഞുതരാം. സൈറ്റ് ഓഫ് ആക്ഷൻ ഓഫ് ലൂപ്പ് ഡയൂററ്റിക്സ് ഈസ് ഓൺ ലൂപ്പ് ഓഫ് ഹെൻലി. തയസൈഡ് ഡിസ്റ്റൽ ട്യൂബ്യൂളാണ്. പൊട്ടൻസി കൂടുതൽ ഏതിലാണ്? ലൂപ്പ് ഡയോറിറ്റിക്സ് ആണ് ഹൈ പൊട്ടൻസി. തയസൈഡിന് മോഡറേറ്റ് ആണ്. കാൽഷ്യം ഹാൻഡ്ലിംഗ്, കൂടുതൽ കാൽഷ്യം എക്സ്ക്രീറ്റ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ലൂപ്പ് ഡയോറിറ്റിക്സ് ആണ്. കാൽസ്യം എക്സ്ക്രീഷൻ കുറവാണ് എവിടെ? നമ്മുടെ തയസൈഡില്. റീനൽ ഫെയിലിയറിൽ എഫക്ട് ചെയ്യും നമ്മുടെ ലൂപ്പ് ഡയോറിറ്റിക്സ്. ഇൻഎഫക്റ്റീവ് ആണ് തയസൈഡ് ഡയോറിറ്റിക്സ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയ ടോപ്പിക് ആണ്. നമ്മളിത് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണ്. അപ്പൊ ഒരു കോംപ്ലിക്കേഷന്റെ ആവശ്യമില്ല. ഇനി ഇത് വളരെ സിമ്പിൾ ആയ ടോപ്പിക് ആണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. താങ്ക് യു.